PCOD, തൈറോയ്ഡ് എന്നിവ കാരണം മുഖക്കുരു മാറാതെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഞാൻ ഇന്ന് മരുന്നിനൊപ്പം സഹായകരമായ ചില നാച്ചുറൽ ടിപ്സ് പറയാം. ടിപ്പ് നമ്പർ 1, ധാരാളം വെള്ളം കുടിക്കുക. ഒരുപാട് പേർക്ക് അറിയുന്നതാണ്, പക്ഷേ ഒരുപാട് പേരിത് മൈൻഡാക്കാതെ വിട്ടുപോകുന്ന ഒന്നാണ്. 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ശരീരവും ചർമ്മവും ആരോഗ്യകരമായി നിലനിർത്താൻ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ടിപ്പ്. ടിപ്പ് നമ്പർ 2, മധുരം കുറയ്ക്കുക. അതേപോലെ തന്നെ ഓയിലി ഫുഡ്, ചോക്ലേറ്റ്, ബേക്കറി ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ പരമാവധി കുറയ്ക്കുക. PCOD ഒക്കെ ഉള്ളവർക്ക് ഇത് പ്രത്യേകമായിട്ട് ഗുണം ചെയ്യും. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസാണ് ഇത് ഇന്നത്തെ കാലത്ത്. പക്ഷേ എന്നാൽ കൂടി നമുക്ക് PCOD ഒക്കെ ഉള്ളവർക്ക് ഇത് പ്രത്യേകമായിട്ട് ഫലം ചെയ്യും. ടിപ്പ് നമ്പർ 3, പ്രോട്ടീൻ നല്ലപോലെ എടുക്കുക. മുട്ട, പയറുവർഗ്ഗങ്ങൾ, കടല, മീൻ എന്നിവ ഭക്ഷണങ്ങളിൽ നല്ലപോലെ, ഇലക്കറികൾ ഒക്കെ നല്ലപോലെ ഉപയോഗിക്കുക. നമുക്ക് ഇന്നത്തെ മക്കൾക്കൊന്നും ഇലക്കറികളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ മോളൊക്കെ ഉണ്ടല്ലോ, സ്കൂളിലൊക്കെ സ്നാക്സ് കൊണ്ടുപോകാനായിട്ട് അവൾ ആവശ്യപ്പെടുന്നത് ബ്രെഡ്, ജാമ്, ന്യൂട്ടല്ല അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് പരമാവധി നല്ല പ്രോട്ടീൻസ് നമ്മൾ എടുക്കുക. ടിപ്പ് നമ്പർ 4, നല്ലപോലെ ഉറക്കം ഉണ്ടാവുക. രാത്രി 7 to 8 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഉറങ്ങണം. ഇന്നത്തെ മക്കൾക്കൊന്നും ഉറക്കമെന്ന് പറഞ്ഞതേ ഇല്ല. നമുക്കൊരു വീട്ടിലൊരു വൈഫൈ ബോക്സും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. നമ്മൾ മെഡിസിൻ മാത്രം എടുത്തിട്ട് PCOD, തൈറോയ്ഡ് ഇതിനൊന്നും മെഡിസിൻ മാത്രം എടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതുപോലുള്ള കുറേ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മെഡിസിനും കൂടെ ഫലം ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 5, മുഖം അമിതമായിട്ട് കഴുകരുത്. ദിവസവും 2 പ്രാവശ്യം മാത്രം മൃദുവായ ഫേസ് വാഷ് ഉപയോഗിച്ച് മാത്രം കഴുകുക. നമ്മൾ കൂടുതൽ സമയം കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുമെന്ന് വിചാരിച്ചൊന്നും കൂടുതൽ സമയമൊന്നും ഒരിക്കലും കഴുകരുത്. അമിതമായിട്ട് കഴുകുന്നത് ചിലപ്പോൾ ചർമ്മത്തിന് ദോഷമാവുകയേ ചെയ്യുള്ളൂ. ടിപ്പ് നമ്പർ 6, നമ്മുടെ മുഖത്ത് കുരുക്കൾ ഉണ്ടെങ്കിൽ നമ്മളതിൽ തൊടരുത്. കുരുവിൽ തൊടുക മാത്രമല്ല, അത് പൊട്ടിക്കുക. ചിലർക്കുണ്ട് അതിലിങ്ങനെ തൊട്ട് കളിക്കുക, അതുപോലെ പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. വലിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ കറുത്ത പാടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചിലരുടെയൊക്കെ മുഖത്ത് കണ്ട കുഴി വരുന്നത്, അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ അത് കുഴിയാവാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചാൽ ചില കുരുക്കളിൽ ബാക്ടീരിയ, ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മറ്റുള്ള ഭാഗങ്ങളിൽ കൂടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടും. ടിപ്പ് നമ്പർ 7 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എന്നാൽ ഇതിലുള്ള മറ്റുള്ളതും അതുപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ തലയണ കവർ, പില്ലോ കവർ ഡെയിലി മാറ്റുക. നമ്മൾ ചിലരൊക്കെ ഉണ്ട്, ഇപ്പോൾ പുറത്തേക്ക് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ അതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ മുഖത്ത് കുരുക്കളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, നമ്മളെ തലയിൽ ഡാൻഡ്രഫ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇത് ഡെയിലി നമ്മൾ മാറ്റുക. നമുക്ക് ഇത് നല്ല പോലെ ബുദ്ധിമുട്ടാക്കും. കാരണം നമ്മൾ ആ ഒരു മുഖവും തലയൊക്കെ നമുക്ക് മണിക്കൂർ സമയം ആ ഒരു വെച്ച് നമ്മൾ കിടക്കുന്നതാണല്ലോ. അപ്പം നമുക്ക് മെഡിസിനൊക്കെ എടുത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിൽ തന്നെയല്ലേ പോയി കിടക്കുന്നത്. നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. എനിക്ക് തലയിൽ ഡാൻഡ്രഫ് വന്ന സമയത്ത് ഡോക്ടർ കാണിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു ടിപ്പായിരുന്നു അത്. അപ്പോൾ നമുക്ക് കുറച്ച് ബിസി, ഇപ്പോൾ എനിക്ക് മക്കളും കാര്യങ്ങളൊക്കെ അവരെ നോക്കലും അതിൻ്റെ ഇടയിൽ ഡെയിലി തലയണ കവർ എടുക്കുക, അത് കൊടുന്ന് വെക്കുക. അപ്പോൾ നമുക്കൊരു മടിയായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തിരുന്ന ടിപ്പാണ്, നമുക്കതിന് മുകളിൽ നല്ല ഒരു ക്ലോത്ത്, നമുക്ക് വിരിക്കാനായിട്ട് കഴിയുന്നൊരു ക്ലോത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ടവലൊക്കെ നമ്മൾ വാഷ് ചെയ്യുമല്ലോ, അതുപോലെ എടുത്ത് കൊണ്ടുപോയി വാഷ് ചെയ്യാം. പില്ലോ കവറിൻ്റെ മുകളിലായിട്ട് നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് അതിന് വിരിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ നമുക്കൊന്നുകൂടെ ഈസി ആയിരിക്കുമല്ലോ. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കുറേ മെഡിസിനൊക്കെ എടുത്ത് നല്ലപോലെ കുറവ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോയി കിടക്കുന്നത് ഇതിലാണെങ്കിൽ ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ മുഖത്തൊക്കെ നമ്മൾ ബോഡിയിൽ മൊത്തം ഉപയോഗിക്കുന്ന ഒരു ടവലൊന്നും അല്ലാതെ, മുഖക്കുരുവൊക്കെ ഉള്ള ഒരു പ്രത്യേകമായിട്ടൊരു ടവൽ അതിന് മാറ്റി വേറെ യൂസ് ചെയ്യാം. ടിപ്പ് നമ്പർ 8 ഒരു ഹോം റെമഡി കൂടിയാണ്. നമ്മൾ തൈറോയിഡും PCOD ഒക്കെ ഉള്ളവർ അതിൻ്റെ മെഡിസിൻ കറക്റ്റായിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ ഇത് ചെയ്താലേ നല്ലപോലെ റിസൾട്ട് കിട്ടുള്ളൂ. അലോവേര എടുത്തിട്ട്, അലോവേര ജെല്ല്, നല്ല ഫ്രഷ് അലോവേര ജെല്ല് എടുക്കുക. നമ്മൾ ചെറിയൊരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ മറ്റുള്ള കൂടുതലായിട്ടും യൂസ് ചെയ്യാം.
ടിപ്പ് നമ്പർ 9 ഇതുപോലെ ഒരു ഹോം റെമഡിയാണ്. ആര്യവേപ്പ് പ്ലസ് മഞ്ഞൾ നല്ല പോലെ എടുത്ത് ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും എടുത്തിട്ട് നല്ല പോലെ പേസ്റ്റ് ആക്കുക. എന്നിട്ട് നമുക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ കറുത്ത പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ മുഖക്കുരുവൊക്കെ നല്ലപോലെ കുറഞ്ഞു കിട്ടും കേട്ടോ. നമുക്ക് ആദ്യം ചെറിയൊരു ഭാഗത്തിട്ടിട്ട് ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാം. ടിപ്പ് നമ്പർ 10 കുങ്കുമാതി ഓയിലുണ്ട്. അത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടും. പക്ഷേ ഈ ഒരു ടിപ്പ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ നമുക്ക് നല്ല പോലെ അറിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു ഇത് ചെയ്യാനായിട്ട് വഴിയുള്ളൂ. ഓയിൽ സ്കിന്നുകാർ ഒരിക്കലും ഇത് ചെയ്യരുത്. നല്ല പോലെ നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും കുങ്കുമാതി ഓയിൽ തേച്ച് കഴിഞ്ഞാൽ. ഞാൻ പറയുന്ന ഈ ടിപ്സൊന്നും ഒരിക്കലും ഒരു മരുന്നിനും പകരമല്ല കേട്ടോ. PCOD തൈറോയിഡൊക്കെ ഉള്ളവർ കൃത്യമായിട്ട് അതിന് മരുന്ന് എടുക്കുക. അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുള്ളത്. പിന്നെ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ടെസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഒട്ടും കുറവില്ല, കുരുക്കളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അതുപോലെ വലുതാവുന്നൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും സപ്പോർട്ടാക്കാനും ഒന്നും മറക്കല്ലേ.